ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നാണ് ആ സമയം. 6 അടിക്കും. യെസ്, ഇന്നാണ് ആ സമയം ഗൈസ്. വന്നിരിക്കുകയാണ് ആ ദിവസം, പ്രതികാര ദിവസം. പ്രതികാരം അല്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് പോയി റെഡിയാവട്ടെ, എന്നിട്ട് പണിയെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. എന്നിട്ട് കല്യാണ മണ്ഡപത്തിൽ പോയി കാർത്തിക് സൂര്യ ഒന്ന്. അപ്പോൾ ഗൈസ്, ഇറങ്ങാനുള്ള ടൈമായിരിക്കുകയാണ്. ഞാൻ കല്യാണ മണ്ഡപത്തിൽ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ഇപ്പോഴും ഭയങ്കര ഹൈപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന പണിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു നല്ല പണിയായിട്ടാണ് തോന്നുന്നത്. ഗൈസ്, പണിയെടുക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ഇത് 10% ഉള്ളൂ. ബാക്കി ഒരു 95% അങ്ങനെ കാണും. എന്തായാലും ആഷിക്കിൻ്റെ കാർ എത്തിയിട്ടുണ്ട്. പോവാണ്. 10:36, 6 മിനിറ്റ് നമ്മൾ പിടിക്കണം. അല്ല, അവൻ രാവുകാലം അവൻ അനുവിനകത്ത് കയറും. അതിന് മുമ്പ് കയറും. പക്ഷെ നമ്മൾ പോകുമ്പോഴാണ്. എന്താണ് നിന്റെ പ്രതീക്ഷ? എനിക്ക് ഭയങ്കര സന്തോഷം, പക്ഷെ ടെൻഷനും ഉണ്ട്. കുറെ പേര് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നുണ്ട് സാധനത്തിന്. അതാണല്ലേ, അത് ഭയങ്കര നമുക്കൊരു ഇത് വന്നല്ലേ ഒരു. അല്ല, എനിക്ക് അങ്ങനെ ഇല്ല. കാരണം ഞാൻ ഇല്ല, ടെൻഷൻ കുറവെന്താന്ന് വെച്ചാൽ എന്റെ ഹൈപ്പിനുള്ള സാധനമാണ് ഞാൻ കൊടുക്കുന്നത്. അവന്റെ ഹൈപ്പിനുള്ള സാധനം ചെയ്തു കഴിഞ്ഞു. അതല്ല, എക്സിക്യൂഷനിലാണ് ഞാൻ പറയുന്നത് ഒരു ടെൻഷൻ. അങ്ങനെ പ്രശ്നമില്ല. നമ്മളെല്ലാം ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോ തന്നെ നമ്മുടെ ക്യാമറ ടീം ഇറങ്ങിയപ്പോ തന്നെ അമ്പാൻ, മറ്റേ ജിമ്മ് പുള്ളി വിളിച്ചിട്ട് എന്റെ പറഞ്ഞ നിങ്ങളുടെ ക്യാമറ ടീമിന്റെ പേരെന്താണ്, എന്നിട്ട് അകത്ത് കയറ്റി വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഫുൾ വെൽ സെറ്റപ്പ് ലോക്ക്ഡൌൺ. പക്ഷെ അതിന് പിന്നെ നിങ്ങളൊക്കെ എന്താണ് പണി കൊടുത്തതെന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു എക്സിക്യൂഷനും ആ പണി എങ്ങനെയൊക്കെയാണ് ഉത്ഭവിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും കല്യാണം അല്ല, ഞാനത് കയറി വന്നത് എന്റെ പണി ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. രാവിലെ മറ്റേ സിറിഞ്ച് കുത്തും പോലെയാണ് ആക്ച്വലി. അതാണ് സന്ദീപിനെ നമ്മൾ ഊക്കിക്കൊന്നു. ഇന്ന് കല്യാണം ഉണ്ടാക്കി പോയിട്ട് അവനെ വീണ്ടും ഊക്കണം. എനിക്ക് അവനെ ഊക്കം ഭയങ്കര ഇഷ്ടമാണ്. ഊക്ക് മലയാളത്തില് അല്ല, ഊക്ക മീൻസ് ആക്കുക എന്നൊക്കെ പറയുന്നത്. ഇവൻ വെറും ഇത് കേട്ടാ, വേറെ ലെവലിലാണ്. എന്തൊക്കെ ചിന്തിച്ചോണ്ട് പോവാണ് ആകെ. അവനെ ഊക്കുക എന്നൊക്കെ പറയാം. അതല്ലേ, അങ്ങനെ ഒരു സാധനം വരും ഒരു സൈഡ്. പക്ഷെ അവനെ ബ്ലീക്കി അടിക്കുക എന്ന് പറയുന്ന സാധനം അങ്ങനെ പറയാം. അവനെ ബ്ലീക്കി അടിക്കണം. സന്ദീപിനെ ബ്ലീക്കി അടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെയൊക്കെ ഒരുപാട് പേര് ചിരിച്ചോണ്ട് ഭയങ്കര മച്ചാനെ മാമൻ പറ്റൂല. അപ്പൊ ഇന്ന് പോയിട്ട് അവനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. അവന്റെ കാറിനെ ഇന്ന് തട്ടിയെടുത്ത് അവന്റെ തലയിൽ ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നേരെ ആണ് അവന്റെ കല്യാൺ മണ്ടിലെത്തിയിരിക്കുന്നു. കല്യാൺ മണ്ടിലെത്തിയിരിക്കുകയാണ്. ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവില്ല. ഇത് മൊത്തം അവിടെ ചുമ്മാ വഴി കൂടെ പോണവരൊക്കെ ഇത് കണ്ടു കയറൂലടാ. ഇത് അങ്ങനെ കൊണ്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനല്ലേ. അങ്ങനെ വെളിയിൽ ഫോട്ടോ വെച്ചേക്കണ്. ഇത് കാണുമ്പോ ആൾക്കാർ കയറുമല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കയറൂലേ. കാർത്തികിനെ വരവേറ്റ് അകത്ത് കയറ്റിന്നോണം. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വെളിയിൽ നിൽക്കണ കേട്ടാ. കണ്ട ഭയങ്കര തിരക്കുണ്ട്. അതെ, നമ്മുടെ റൂട്ട് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ ആക്കി, ഇവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ ആക്കണം. മനസ്സിലായോ? ദാ വരണത് ആരും നോക്ക്. പിന്നെ ദാ നിൽക്കുന്നതാണ് കണ്ണന്റെ അമ്മ. ഇതേ PP ഉണ്ട്, വലിയ ആള്. നൻപാ നൻപാ ഒന്നുമില്ല നൻപാ, വെറുതെ ഇതെല്ലാം കൊടുക്കണ്ട നമുക്ക്. ആശിക്ക ഞാൻ വേറെ ഒന്നുമില്ല, പരിപാടിയൊന്നുമില്ല. നന്നായ ഞാൻ ഇന്ന് ഒരു പരിപാടിയും പ്ലാൻ ചെയ്യുന്നില്ല. ഞാൻ വരുന്നു, ഞാൻ ഷേക്കിന്റെ കൊടുക്കുന്നു.
നീ ആ വണ്ടിയുടെ ചാവിയാണ് ഞാൻ പറയുന്നത് ചാവി നിന്റെ നീ ചാവി താ. ഞാൻ വേറൊരു കാര്യമാണ് ഞാൻ പറയുന്നത് മോനെ. ഞാൻ ഇത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരാണ്. ഇന്ന് നീ എന്റെ കൂടെ നീ ഇപ്പൊ നിക്കല്ലേ, നീ ഇവിടെ നിക്കുന്നുണ്ടോ? അങ്ങനെ നിക്കണം ഇല്ലേ? നീ കിടന്ന് റൗണ്ട് അടിക്കല്ലേ. ഞാൻ പറയുന്നത് നാരായണൻകുട്ടി, ഇവൻ എല്ലാം ആണ്. ഇവന് ഒരുപാട് ഫാൻസ് ഉണ്ട്. നീ ഫാൻസിനെ കൂട്ടാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഒക്കണാഞ്ചി ഡയലോഗ് അടിക്കും. പക്ഷെ നീ ഇന്ന് കല്യാണ മണ്ഡലത്തിൽ നിന്നെ അല്ല ഇവനെ ഞാൻ ഇന്ന് തൂക്കോടാ. ഇന്ന് ഞാൻ നിനക്ക് കുഴപ്പമില്ലല്ലോ. എടാ നീ ഇല്ലെങ്കിലും അച്ഛനൊരു കുഴപ്പമില്ല. അച്ഛൻ അങ്ങനെ പറയുള്ളൂ. സന്ദീപ് ഇവിടെ എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ ഞാൻ ഇന്ന് തൂക്കുകയാണ്. നീ ഇന്ന് അവൻ നീ ഇന്ന് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സന്ദീപേ നീ ഓങ്ങി വെച്ചോ. ഇത് നിനക്കിട്ടുള്ള പണിയാണ്. നിനക്ക് തന്നതിന് ശേഷമേ ഞാൻ കാർത്തികിന് കൊടുക്കുള്ളൂ. അവൻ ഈ വണ്ടിയൊക്കെ പറഞ്ഞാണ്ടാ ഏതെങ്കിലും വണ്ടിയായിരിക്കും നിന്നെ ഇടിച്ചോന്നോ. നീ കാര്യം പറയട്ടെ. അമ്പാനുള്ള സമയം ഒരു പൂച്ചക്കുഞ്ഞിന് പോലും എന്റെ അകത്ത് കയറാൻ പറ്റും. കയറാൻ പറ്റുമോ? നമ്മളെ കയറ്റോ? അതെല്ലാം പിടിച്ച് നമ്പർ ഫോൺ വിളിച്ച് എല്ലാരും അന്വേഷിച്ചിട്ട് മാത്രമേ അകത്ത് കയറ്റുള്ളൂ. ഇല്ല വണ്ടി അവിടെ നിന്ന് എടുക്കുന്നത് നമ്മളെ ചേങ്കോട്ടോടത്ത് നിൽക്ക വരും. പി പി അവിടെ ഉണ്ട്, കാണാത്ത പോലെ നിൽക്കാണ്. നീ അവിടെ അങ്ങോട്ട് പോകുമ്പോ പി പി സൈഡിൽ കാണാത്ത പോലെ നിൽക്കാണ്. ഇന്ന് മൂഞ്ചി ആ മോനെ ബി പി മൈൻഡ് ചെയ്യാൻ നിൽക്കോടാ. അങ്ങനെയല്ല, അത് കൊഞ്ചിക്കേണ്ട ഒരു വിധമുണ്ട്. നീ പ്രസവിക്കാൻ പോയല്ലോ. ഞാനല്ല, എന്റെ ഭാര്യയുടെ പ്രസവിക്കും. പ്രവേശനമില്ല, പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ നിരോധിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് കയറാൻ പറ്റില്ലേ? നമ്മൾ കയറും. നമുക്ക് ആശിക്കേ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് അവന് കൊടുക്കാനുള്ള അല്ലേ അല്ലേ അവനെ കണ്ട് അവൻ ദൂരെ കണ്ട് എന്റെ ചിമ്പൻ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല, ഒന്നും അറിയുന്നില്ല. അവൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുമില്ല, ചുമ്മാ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നെ. നടക്കുന്നു, കൈപിടിച്ച് നടക്കുന്നു. ഇന്ന് നമ്മൾ കൊണ്ട് നടക്കുവാന് മറ്റോ ഓടിക്കളഞ്ഞടാ. സന്ദീപ് കിട്ടാനില്ല അവനെ. സന്ദീപ് ഇതോ അവനെ ഇപ്പൊ നോക്കിക്കുവാനെ. അവനെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അവനെയാണ് ഇന്ന് കൂടുതൽ നമ്മൾ ഈ വ്ളോഗിലൂടെ നാക്കി അടിക്കുന്നത്. നൈസായിട്ട് അവൻ്റെ അടുത്ത് പോകുമ്പോൾ ചുമ്മാ. ഗൈസ്, ഇപ്പോൾ ആശാൻ സ്മാരകത്തിൽ നമ്മൾ വന്നു നൈസായിട്ട്. ഇവിടെ ഫോട്ടോഷൂട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കാർത്തികിനൊന്നും നമുക്ക് വേണ്ട, നമുക്ക് സന്ദീപിനാണ്. സന്ദീപിനാണ് നമ്മൾ തൂക്കാൻ പോകണം. നോക്കും സന്ദീപിനെ ഇപ്പോൾ തൂക്കിയെടുക്കാം നമ്മൾ. സന്ദീപ് ഇങ്ങ് വാ, ഞാൻ കാര്യം പറയട്ടെ. ഇങ്ങോ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇങ്ങോ, ഇത് പേഴ്സണലി ഒരു കാര്യമാണ്. വാ ഇങ്ങോ വാ, ഞാനല്ലേ വിളിക്കും. നീ ഇത്രയും പേടിക്കരുത്. നമ്മൾ പേടിയല്ല, പേടിയാണ്. ഡ്രൈവർ ഇല്ലെങ്കിൽ നന്ദു ഓടിക്കും. ആണോ? വണ്ടി ആരെങ്കിലും ഓടിക്കും, പക്ഷേ എനിക്ക് മച്ചാന്റെ അടുത്ത് പക്ഷെ നീ എഴുതി വെച്ചോ, ഇന്നത്തെ ദിവസം നിനക്കുള്ളതാണ്. ഇന്നത്തെ ദിവസം നീ എഴുതി വെച്ചോ. മുഹൂർത്തം 12-നും 12:40. 12:45 ആകുമ്പോൾ കാർത്തിക് സൂര്യയുടെ അച്ഛൻ ഒരു കാര്യം നിന്നോട് പറയും. നിക്കേ, ഇത്രയും മാത്രം ഹിന്റാണ്. 12:45 ആകുമ്പോൾ കാർത്തിക് സൂര്യയുടെ അച്ഛൻ സന്ദീപിനോടും നന്ദുവിനോടും ഒരു കാര്യം പറയും. ഇതാണ് ഹിന്റ്. ഈ കാര്യത്തിൽ സന്ദീപ് ഇന്ന് എന്നോട് വന്ന് ചോദിക്കും. എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി കാർത്തിക്. എന്നോട് ഓരോ കാര്യങ്ങൾ വന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. 12:45 ഈ ഗെയിം ഓണായിരിക്കും. 12:45 ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ മിസ്സായിട്ടുണ്ടോ അതൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കും.
ചോദിക്കുന്ന ടൈമിൽ ഞാൻ ജാടയിടും. അതിനു മുന്നേ നിനക്ക് സറണ്ടർ ആവാം, ഇല്ലെങ്കിൽ കാർത്തിക്കിൻ്റെ അച്ഛൻ സംസാരിക്കും പോലെ ഞാൻ സംസാരിക്കും. നീ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ തൂക്കിക്കഴിഞ്ഞു. ഇനി നിൻ്റെ അവിടെ ഏൽപ്പിച്ച ഫ്രണ്ട്സിനോട് നീ ചോദിക്കണം, ഞാൻ ആരാണ് ഇതിനു മുന്നേ ഇന്നലെ വന്നതും ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളിൽ നീ ഇൻവോൾവ് ആയിട്ടില്ല. ആശിക്കേ, ട്വിസ്റ്റ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ആണ്. ഇന്നലെ രാത്രി കാർത്തിക് സൂര്യയുടെ ഓഫീസിലെ സംഭവങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ ഞാൻ കാർത്തിക്കിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1, 2, 3 കാര്യങ്ങൾ. അതിൽ 1 കാർത്തിക്കിൻ്റെത്, 1 സന്ദീപിൻ്റെത്, 1 കാർത്തിക് സൂര്യയുടെ അച്ഛൻ്റെ. എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. ഇത് ചിന്തിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് 12:45 അതിന് മുന്നേ നടന്ന കാര്യങ്ങൾ ഇന്നലെ രാത്രിയായിട്ട് 12:45 മൈനസ് ഇന്നലെ രാത്രി 10:43. അപ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസമുണ്ട്? 43, 45, 2. ആ 2 മിനിറ്റ് ആണ്. ആ 2 മിനിറ്റിലാണ് ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. 2 മൈനസ് 10, 12ഉം 10. കണക്കൊന്നും എനിക്ക് ഓക്കെ അല്ല, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കണക്ട് ചെയ്താൽ സമയമാകുമ്പോ അച്ഛനും അമ്മയും കാർത്തിയും 3 പേര് വെപ്രാളപ്പെടും. 3 പേര് വെപ്രാളപ്പെടുന്നതാണ് എൻ്റെ ടാസ്ക്. 3 പേര് വെപ്രാളപ്പെടുന്നതാണ് എൻ്റെ ടാസ്ക്. ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് കിട്ടും. അവിടെ 3 പേര് നാലുമാല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സാധനം നീ ഒന്ന് നോക്കിയിരുന്നാൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ മൊത്തത്തിലുള്ളൊരു വിശേഷം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ തുടക്കം മുതൽ നമ്മളൊന്ന് പറഞ്ഞില്ലേ, ഇതായി. അപ്പം നമ്മൾ അപ്പം നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ സീനാക്കിയിട്ട് നമുക്ക് അങ്ങനെ കാര്യം ചെയ്യാം. ഓക്കെ, ചോദിക്കണോ എന്താണ് സീൻ എന്ന് നോക്ക്. അത് ചെയ്യല്ലേ, തപ്പി നോക്കണം കേട്ടോ, തപ്പി നോക്കാനല്ല. മുതലാളി മച്ചാന് പണി വന്നിട്ടുണ്ടെന്നറിയാം. അന്നും പറഞ്ഞ് ഉമ്മാതി പ്രഷർ എനിക്ക് തരല്ലേ. മുഹൂർത്ത സമയത്ത് ഒന്നും ചെയ്യലും, മുഹൂർത്തം കഴിഞ്ഞിട്ട് എന്ത് വേണം ചെയ്തു. പിന്നെ അവൻ ഇപ്പൊ ഈ ടൈമിൽ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ചെയ്തത്. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളത്. സിഗ്നൽ വരും. സിഗ്നൽ ഞാൻ തരൂല. എന്തൊരു പറയാൻ ചേട്ടാ ഇതിപ്പോ. ഇവൻ ഒന്നും വിട്ടു പറയില്ല. പക്ഷേ ഇവൻ 12:45 ഒരു വെപ്രാളമുണ്ട്. അച്ഛനെ എന്റെ ദേവം അത്രയും നോക്കിയാണ്. മാഹി മച്ചാൻ ചിപ്പങ്ങാനും വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. നീ നോക്കിയോ സർപ്രൈസ്. അച്ഛൻ ഇതാവും. അച്ഛൻ നല്ല ടെൻഷനാണ്. എനിക്ക് അച്ഛൻ ടെൻഷൻ ആവുന്ന കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അച്ഛനെ എന്തായാലും അച്ഛനെ കൊണ്ടുപോകാൻ പറ്റില്ല, അമ്മേനെ കൊണ്ടുപോകാൻ പറ്റില്ല, പെൺകൊച്ചിന്റെ എവിടെ ഞാൻ ടൂർ പോകണടാ. ആലോചിച്ച് നോക്കിയാണ് അച്ഛൻ ബാത്റൂമിന്റെ അകത്ത് പൂജാരി വായിൽ കൈ കെട്ടിയിരിക്കുന്നു. അപ്പൊ നിനക്കറിയാവുന്നത്. അപ്പൊ പ്ലാൻ മനസ്സിലായി. ഇനി ഒറ്റ കാര്യം നോക്കിയാൽ അളിയൻ വേറെ പൂജാരി സെറ്റ് വെച്ചിരുന്നു. ആ പൂജാരിക്ക് നമ്മൾ കൊണ്ടുപോകണം. യഥാർത്ഥ പൂജാരി സൈഡ് ഞാൻ ആരെ ഒരിടത്തും കൊണ്ടുപോകില്ല. പക്ഷെ കാർത്തിക് സൂര്യയുടെ അച്ഛൻ്റെ ഒരു ടെൻഷൻ അടി ഉണ്ടല്ലോ, അത് കണ്ടിട്ടില്ലല്ലോ. ഇന്ന് കാണാൻ ആഗ്രഹമുണ്ടോ? അതിപ്പോ 1.5 മാസമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാത്ത ഒരു ടെൻഷനാണ്. പുറത്ത് കാണിച്ചിട്ടുള്ള ടെൻഷൻ കാണാൻ ആഗ്രഹമുണ്ടോ കാർത്തിക് സൂര്യയുടെ അച്ഛൻ്റെ? എന്താ ആലോചിക്കുന്നു? പുറത്ത് കാണാൻ ആഗ്രഹം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ്. ഇപ്പൊ നല്ല ടെൻഷനാണ്. ഇവന് ഒരു ടെൻഷൻ ആവണ്ട. പക്ഷെ ഞാൻ ടെൻഷൻ ഇല്ല, ഒരു ടെൻഷൻ അടിച്ച് ഒരു കാര്യം തോന്നല്ലേ. എനിക്ക് അതാണ് ഓർമ്മ. പക്ഷെ മാമനോടൊന്നും തോന്നല്ലേ ആ കരിക്ക്. ഞാൻ കെട്ടിപ്പിടിച്ചോണ്ട് പറയാം. മുഹൂർത്ത സമയത്ത് മച്ചാൻ ഫ്രഞ്ച് കൊടുക്ക്. കണ്ടോണ്ടിരിക്കുന്ന അവർക്ക് നിന്റെ ഉമ്മ കിട്ടാൻ വേണ്ടി കൊതിക്കാണ്. തെറ്റണല്ലോ, ഉമ്മ വേണ്ട. ഇന്ന് നിന്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തിയാലോ? ഒരു ഹാരം കൊണ്ടുവന്ന് പെട്ടെന്ന് എല്ലാരും മുന്നേ വെച്ചിട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നിന്റെ കല്യാണം നടത്തുന്നു. അങ്ങനത്തെ എന്തോ പണിയാണ് മച്ചാൻ സെറ്റ് ചെയ്യണത്. 12:45 മുഹൂർത്തം കഴിയും. 10:45 ഇന്നലെ നടന്ന കാര്യം. 10:45, 43 ഒരു ഇൻസിഡന്റ് നടന്നു. അത് 2 മിനിറ്റിൽ ആ സാധനം എന്താണ് നടന്നത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സൈഡ് ലൈറ്റ് അല്ലേ കത്തിച്ചുള്ളൂ അവിടെ വീട്ടില്. മെനങ്ങാന്ന് ഒരു സൈഡ് ലൈറ്റ് കത്തിയുള്ളൂ. അതെന്തുകൊണ്ട് കത്തിയില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഇന്ന് വീട്ടില് ലൈറ്റ് കത്തില്ല. മച്ചാനെ പവർ യൂണിറ്റ് ഒക്കെ കത്തിക്കൂ. യൂണിറ്റ് കൊണ്ടുപോയി. യൂണിറ്റ് വേറെ വണ്ടി കെട്ടി വിളിച്ചിട്ടുണ്ട്. പാവം പിടിച്ചിട്ട് ലൈറ്റ് ഒന്നും കത്തില്ല. പവർ യൂണിറ്റ് കാണില്ല. ഒന്നും അറിഞ്ഞൂടാ. നിക്കണേ കെട്ടിപ്പിടിച്ചോണ്ടല്ലേ സത്യം.
എൻ്റെ മുതലാളിയെ ഉള്ള കല്യാണത്തിന് പോയി ഉള്ള പണി അത്രയും കൊടുത്തു, എല്ലാം തിരിച്ചു. മുതലാളിക്ക് വല്ല അറിയുന്നു, ബാക്കി ഞാൻ നന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛന് പൂജാരി മാല ഇത് രണ്ടും നോക്കിക്കോ. മായി മച്ചാൻ ടെൻഷൻ അടിച്ച് കൊല്ലും. 2 ബൗൺസേഴ്സ് 2 ഹാരത്തിന്റെ പൂജാരിക്ക് നന്ദു പൂജാരിക്ക് പൂജാരിക്ക് ഇപ്പൊ 2 ഹാരിട്ട് വെച്ചേ. സത്യം ഇത് നോക്കൂ. നന്ദു പൂജാരി സേഫ് ആണോ? ഒരു ബൗൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ബ്ലൗസ് വേണ്ട പൂജാരിക്ക്, ബ്ലൗസ് വേണ്ട. പൂജാരിക്ക് മാഗി മച്ച ഇവിടെ എന്നെ കൊല്ലണം വെച്ചാനെ. മേടി കെട്ടിയത് ആരോ ഊരിയടാ. കല്യാണ മണ്ഡലത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കെട്ടിയേക്കാണ്. ഏതോ ഒരാൾ അത് വന്ന് പോയി. അതുകൊണ്ട് നമ്മൾ റോട്ടിൽ കെട്ടാന്ന് വിചാരിച്ചു. കണ്ണാപ്പിയുടെ സ്റ്റിക്കർ അടിച്ചിരിക്കുന്നുണ്ട്. കണ്ണാപ്പിമാരുടെ സ്റ്റിക്കറാണ്. ബെല്ലൈക്കൻ ഇവിടെ അടിക്കാം. ഞാനിവിടെ ബെല്ലൈക്കൻ ഉണ്ട് കേട്ടാ. ബെല്ലടിക്കണോ? അടിക്കണ നിന്റെ 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 അങ്ങനെ നമ്മളെ ജീവിതത്തിന് ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര ഹൈപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടി എന്താണ് ഇത് വെടിവെക്കാൻ നിൽക്കുന്നത് എല്ലാവരും കൂടെ? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്?